ശ്രീജിത്ത്, ഇവിടെ ഇ ഡി കേസ് എന്ന് പറയുമ്പോൾ ഇ ഡിയുടെ അന്വേഷണം എന്ന് പറയുമ്പോൾ അത് നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണെന്ന് പെർസെപ്ഷൻ എത്ര പേർക്ക് ഉണ്ടാവുമെന്നറിയില്ല. ബി ജെ പിക്കാർക്ക് പോലും ഉണ്ടാവുമെന്നറിയില്ല. അതിന് സാക്ഷ്യം ഈ പറയുന്ന ഇ ഡി കൊടുത്ത പ്രതിപക്ഷ നേതാക്കളുടെ ലിസ്റ്റ്, അതൊക്കെ പാർലമെന്റിൽ തന്നെ എന്താ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ കൺവിക്റ്റിംഗ് റേറ്റ് അടക്കമുള്ള ഒരുപാട് കണക്കുകൾ അതിന് സാക്ഷ്യം നിൽക്കുന്നു. പോട്ടെ, മറ്റൊരു കാര്യം, ഇത് ഇ ഡിയുടെ രാഷ്ട്രീയ പകയാണെന്ന് എം പി ഗോവിന്ദൻ പറയുന്നു. രമേശ് ചെന്നിത്തല പറയുന്നത് ഇത് എന്താണ് ലാവ്ലിൻ കമ്പനിക്ക് നൽകിയ പ്രത്യുപകാരമാണ് മസാല ബോണ്ട്, അതാണ് അന്വേഷണം വേണ്ടത്. എന്നാൽ അതിൽ ഇ ഡി അന്വേഷണം കൊണ്ടൊന്നും പുറത്തു വരില്ലെന്ന് പറയുന്നു. മാത്രമല്ല ഈ നോട്ടീസ് ഒരു തമാശയാണ് എന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒന്നുടങ്കം പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്, ഇതെങ്ങനെയാണെങ്കിലും ഇ ഡി എന്ന് പറയുന്നത് ഇലക്ഷൻ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ ചർച്ചാ വിഷയമൊക്കെ ആവും. അക്കാര്യത്തിൽ തർക്കം വേണ്ട. ശ്രീജിത്ത്, ഹാഷ്മി, തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ട് ഇത്തരമൊരു നോട്ടീസ് വീണ്ടും ഇ ഡി അയക്കുന്നു എന്നത് തന്നെയായിരിക്കും ഈ പൊതു പ്രചാരണത്തിലെ ചർച്ചാ വിഷയമായി മാറാൻ പോകുന്നത്. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളുടെ കാലത്ത് കേരളം കണ്ടതാണ്. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇ ഡി കരുവന്നൂർ അടക്കമുള്ള കേസുകളിൽ സുപ്രധാനമായ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ നീക്കങ്ങളുടെയൊക്കെ പരിണിത ഫലം എന്താണ്? ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ആളുകളെ ശിക്ഷിക്കുന്ന നിലയിലേക്ക് നീങ്ങിയോ, അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് നീങ്ങിയോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമാകുന്നത്. അപ്പോൾ അത്തരം ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. അതാണ് കേരളത്തിൻ്റെ അനുഭവം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി ഇത്തരത്തിൽ ഉള്ള ഇടപെടലുകൾ നടത്തുന്നത് കേവലം രാഷ്ട്രീയ ആയുധമായി ആരുടെയോ കയ്യിലെ ഉപകരണമായി മാറുന്നതിൻ്റെ സൂചന എന്ന നിലയ്ക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. കോൺഗ്രസും ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPIM ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കുമ്പോൾ പോലും ഈ ഇ ഡിയുടെ നീക്കങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെന്ന് അവരും കരുതുന്നില്ല. അപ്പോൾ ഇ ഡി ഒരു രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന വിമർശനമാണ് ഏറെക്കുറെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് പോലും ഉള്ളത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ BJPക്ക് പോലും ഈ ഇ ഡിയുടെ ഇടപെടലുകൾ എന്തെങ്കിലും തരത്തിൽ ഫലം കണ്ടുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ BJPക്കും കേരളത്തിൽ കഴിയുന്നില്ല. കരുവന്നൂരുണ്ട്, ഒപ്പം തന്നെ സമാനമായ മറ്റ് പല കേസുകളുമുണ്ട്. അത്തരം കേസുകളിലൊന്നും അത്തരം അന്വേഷണത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനോ ഒന്നും ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇ ഡി ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഒരു നടീനടന്മാരായി എത്തുന്നു എന്നത് മാത്രമാണ് ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് മുന്നിൽ രാഷ്ട്രീയം സംശയിക്കുന്നു. അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇത് വെറും രാഷ്ട്രീയ നാടകമാണ്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഐസക്കും അത് തന്നെ സൂചിപ്പിക്കുന്നു. നേരത്തെ ഐസക്ക് കോടതിയിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായ വിധിയും ഉത്തരവുകളും സമ്പാദിച്ചാണ്. വീണ്ടും നോട്ടീസ് അയക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് CPM മറ്റും ആരോപിക്കുന്നത്. ഒരുപാട് കണ്ടു. എന്താണ് ഇപ്പോൾ ചെമ്പിൽ സ്വർണം കടത്തൽ, ഖുറാനിൽ സ്വർണം കടത്തൽ, ഈന്തപ്പഴത്തിനകത്ത് കുരുമാറ്റി സ്വർണം കടത്തൽ, അങ്ങനെ എന്തൊക്കെ ഒരു കാലം നമ്മൾ കേട്ടതാണ്. 10ഓളം അന്വേഷണ ഏജൻസികൾ ഇവിടെ കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അന്വേഷണങ്ങൾ നടത്തിയതാണ്. പ്രചണ്ഡ പ്രചാരണം ഉണ്ടായതാണ്. അങ്ങനെ കൊടുങ്കാറ്റുകളൊക്കെ ഇളങ്കാറ്റ് പോലും അല്ലാതെ മാറുന്ന ഒരുപാട് കാഴ്ച നമ്മൾ കണ്ടു. ഇത് എന്താണെന്ന് അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.